7,047 കോടി രൂപ. അതാണ് ശബരിമല അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് വേണ്ടി പിണറായി വിജയൻ സർക്കാർ ഉണ്ടാക്കിയിരിക്കുന്ന എസ്റ്റിമേറ്റ് തുക. അതിൻ്റെ DPR തയ്യാറാക്കി കേന്ദ്രത്തിന് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ അതിൽ ഭൂമി എടുക്കാൻ വേണ്ടി മാത്രം ഏതാണ്ട് 5,377 കോടി രൂപയൊക്കെ വേണ്ടി വരുമെന്നാണ് പറയുന്നത്. ഈ ചെറുവള്ളി എസ്റ്റേറ്റിൽ തന്നെ വിമാനത്താവളം വേണം എന്നൊരു വാശി പിണറായി വിജയൻ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ശരിയാണോ? അല്ല, ചെറുവള്ളി എസ്റ്റേറ്റ് നേരത്തെ ഇതിന് കണ്ടുവച്ചിരുന്നു. ആറന്മുള വിമാനത്താവളം ഒരുപാട് പ്രതിഷേധങ്ങൾക്കിടയിൽ അവസാനം അത് വേണ്ടെന്ന് വെച്ചു. ആറന്മുള വിമാനത്താവള സമിതി തന്നെ കുമ്മനം രാജശേഖരനൊക്കെ അവരന്ന് ഒരു ഓൾട്ടർനേറ്റ് സ്പോട്ട് കാണിച്ചു കൊടുത്തിരുന്നു. ഇവിടെ വിമാനം പറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ പറ്റുമെന്നൊരു സൊല്യൂഷൻ കൂടെ പറയണ്ടേ. അതിന് അന്ന് തന്നെ അവർ കാണിച്ചു കൊടുത്ത സ്ഥലം ചെറുവള്ളിയാണ്. ഒന്ന് ചെറുവള്ളി, പിന്നെ അപ്പുറത്ത് വേറൊരു സ്ഥലം, അതിൻ്റെ പേര് എനിക്ക് ഓർമ്മ വരുന്നില്ല, അവിടെയും ആകാൻ പറഞ്ഞു. അപ്പോൾ ചെറുവള്ളി നേരത്തെ തന്നെ സർവ്വസമ്മതമായിട്ട് വിമാനത്താവളത്തിന് വേണ്ടി എല്ലാവരും മനസ്സിൽ വിചാരിച്ചതാണ്. പിന്നെ ആകെ അതിൻ്റെ ഡിസ്പ്യൂട്ട് എന്താണെന്ന് വെച്ചാൽ യോഹന്നാൻ്റെ പ്രോപ്പർട്ടി, ഹാരിസൺ മലയാളം, ഇതായിരുന്നു ഡിസ്പ്യൂട്ട്. അത് സർക്കാരിൻ്റെ ഭൂമി തന്നെയാണ് എന്ന് സ്പെഷ്യൽ ഓഫീസറായിരുന്ന രാജമാണിക്യം റിപ്പോർട്ട് കൊടുത്തു. ആ ഭൂമിയാണ് ഇപ്പോൾ 5,377 കോടി രൂപയ്ക്ക് വാങ്ങാൻ പോകുന്നത്. ഇപ്പോൾ സർക്കാരിന് തിരിച്ചു പിടിക്കാനുള്ള അവകാശം നിലനിർത്തിക്കൊണ്ട് അതിൽ കുറേ പ്രശ്നങ്ങളുണ്ടായി. വാസ്തവത്തിൽ രാജമാണിക്യം റിപ്പോർട്ട് പിണറായി വിജയൻ അധികാരത്തിൽ വന്ന് തള്ളിക്കളഞ്ഞു. അതൊരു ജുഡീഷ്യൽ റിപ്പോർട്ടൊന്നുമല്ല, ഒരു റവന്യൂ ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്ക് രാജമാണിക്യം തയ്യാറാക്കിയ റിപ്പോർട്ടാണ്. രാജമാണിക്യം അന്ന് KSRTCയുടെ MDയുമാണ്. ഇതിൻ്റെ സ്പെഷ്യൽ ഓഫീസറായിട്ട് ഇത് മാത്രമല്ല 5 ലക്ഷം ഏക്കർ ഭൂമി ഇങ്ങനെ സർക്കാരിൻ്റെത് പല കമ്പനികളുടെ കയ്യിൽ കിടപ്പുണ്ട്. അതെല്ലാം തിരിച്ചു പിടിക്കണം. അപ്പോൾ രാജമാണിക്യം പറഞ്ഞത് ഇതൊരു CBI അന്വേഷണത്തിന് വിടണം, കാരണം ഇതെല്ലാം കള്ള റെക്കോർഡുകളാണ് എന്ന് എനിക്ക് ബോധ്യം വന്നിട്ടുണ്ട്. അതിന് ആദ്യം ചെയ്യേണ്ടത് സർക്കാർ ഒരു ഓർഡിനൻസ് പുറപ്പെടുവിച്ച് ഈ ഭൂമി മുഴുവൻ ഏറ്റെടുക്കണം. ഈ ഓർഡിനൻസ് ഇതിൻ്റെ ഈ അവകാശികൾ എന്ന് പറയുന്നവർ അവർ ചലഞ്ച് ചെയ്യും. സോ സർക്കാർ ഇതിനകത്ത് വാദിയാവാൻ പാടില്ല, പ്രതി ആവണം. പ്രതി എന്നല്ല, എതിർകക്ഷി, സിവിൽ കേസ്. അങ്ങനെ ഇതിൻ്റെ പൊസഷൻ സർക്കാർ ഏറ്റെടുക്കണം, എന്നിട്ട് കേസ് നടക്കട്ടെ. ഇതായിരുന്നു രാജമാണിക്യം ശുപാർശ. വലിയൊരു ശുപാർശയാണ്. ഈ സിവിൽ കേസ് നടന്നില്ല, ഈ പറഞ്ഞ ഓർഡിനൻസും വന്നില്ല, ഒന്നും വന്നില്ല. മാത്രമല്ല ആ കേസിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഉമ്മൻചാണ്ടി സർക്കാർ വെച്ച വക്കീൽ സുശീല ഭട്ട്, അവരുടെ നിന്ന് പിണറായി വിജയൻ വന്ന പാടെ എടുത്ത മേജർ ഡിസിഷൻ അവരെ മാറ്റുക എന്നുള്ളതായിരുന്നു. വക്കീലിനെ മാറ്റുക. വക്കീലിൻ്റെ രസം എന്താണെന്ന് വെച്ചാൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് തന്നെ ഈ അഡ്വക്കേറ്റ് സുശീല ഭട്ടിനെ ആ പൊസിഷനിൽ നിന്ന് മാറ്റി. അവർ നേരെ വനം വകുപ്പിൻ്റെ GP ആയിരുന്നു. അപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ബഹളം വെച്ചു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു അവരെ അവിടെ തന്നെ വയ്ക്കും, അല്ലാതെ നിയമവകുപ്പാണ്, വകുപ്പൊന്നുമല്ല. ഒടുവിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വാശി പിടിച്ച് ക്യാബിനറ്റ് ഡിസിഷൻ എടുപ്പിച്ചു, മന്ത്രിസഭാ തീരുമാനം. അഡ്വക്കേറ്റ് സുശീല ഭട്ടായിരിക്കും ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യുന്നതെന്നും അവരെ ഇനി മാറ്റാൻ പാടില്ലെന്നും പറഞ്ഞുകൊണ്ട് മന്ത്രിസഭാ തീരുമാനമായി. അപ്പോൾ പിന്നെ എല്ലാ മന്ത്രിമാരുടെയാണ്, ആർക്കും അതിനകത്ത് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ പറ്റില്ല. അങ്ങനെ തിരുവഞ്ചൂരിൻ്റെ വാശിക്ക് സുശീല ഭട്ട് കണ്ടിന്യൂ ചെയ്തു. പിണറായി വിജയൻ വന്നതിൻ്റെ പിറ്റേ ദിവസം സുശീല ഭട്ടിൻ്റെ ഹൈക്കോടതിയിലെ ഓഫീസിൽ അവരെ മാറ്റിക്കൊണ്ട് ഉത്തരവ്, ഒരു പേപ്പർ വെയിറ്റ് വെച്ചിട്ടുണ്ട്, കഴിഞ്ഞു. അപ്പോൾ കൃത്യമായ താല്പര്യമുണ്ടെന്നല്ലേ ഇതിനർത്ഥം? എന്നിട്ട് ഡൽഹിയിൽ നിന്ന് ജയ്ദീപ് ഗുപ്തയെ കൊണ്ടുവന്ന് വാദിച്ചു. പിണറായിയുടെ വളരെ അടുപ്പക്കാരനാണ് ജയ്ദീപ് ഗുപ്ത. സുനിൽ നോക്കിക്കോ, ഒരുപാട് കേസുകൾ ജയ്ദീപ് ഗുപ്തയാണ്. ഹൈക്കോടതിയിലാണെങ്കിലും സുപ്രീം കോടതിയിലെ സീനിയർ വക്കീലാണ്. ബട്ട് ജയ്ദീപ് ഗുപ്ത ഇവിടെ വന്നു കഴിഞ്ഞാൽ ജയ്ദീപ് ഗുപ്തയ്ക്ക് ഈ പറഞ്ഞ വാക്കുകൾ മനസ്സിലാവില്ല. കണ്ടെഴുത്ത്, കോല്, എലുക, കൈത്തോട്, ഇതൊന്നും തന്നെ ജയ്ദീപ് ഗുപ്തയ്ക്ക് മനസ്സിലാവില്ല. ഇത് ഈ ഒരു ബ്രീഫൊക്കെ കൊടുത്തിട്ട് പുള്ളി തട്ടാമുട്ടി വാദങ്ങളൊക്കെ പറഞ്ഞു.
കേസ് തോറ്റുപോയി. കോടതി പറഞ്ഞു വാസ്തവത്തിൽ സിംഗിൾ ബെഞ്ച്, ആ ജഡ്ജിൻ്റെ പേര് ഞാൻ മറന്നുപോയി, അവർ ആശയാണെന്ന് തോന്നുന്നു, ജസ്റ്റിസ് ആശ, കർണാടക ഹൈക്കോടതിയിലേക്ക് പോയ ആൾ, അവർ ഇത് സർക്കാരിൻ്റെ ആണെന്ന് പറഞ്ഞ് വിധി പറഞ്ഞു. എന്നിട്ട് ഇത് ഇത്രയും 5 ലക്ഷം ഏക്കർ ഭൂമി ഉള്ളത് കൊണ്ട് ഇത് ഡിവിഷൻ ബെഞ്ച് ഒന്ന് പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് റെഫർ ചെയ്തു ഡിവിഷൻ ബെഞ്ചിന്. ഡിവിഷൻ ബെഞ്ച് ഇവരുടെ വിധി സ്റ്റേ ചെയ്തു, ഞങ്ങൾ പരിശോധിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട്. അതാണ് ബേസിക് കേസായിട്ട് കിടന്നത്. ജയദീപ് ഗുപ്ത വന്നിട്ട് അത് തോറ്റു കൊടുത്തു. തോറ്റു കൊടുത്തിട്ടും ഹൈക്കോടതി പറഞ്ഞു, ഹൈക്കോടതിയിൽ ഒരുപാട് ഇവർ ജഡ്ജിമാർ റിക്യൂസ് ചെയ്തു ഈ കേസിൽ നിന്ന്. കാരണം പലരും ഈ പറഞ്ഞ കക്ഷികൾക്ക് വേണ്ടിയിട്ട് ഹാജരായിട്ടുണ്ട്. നേരത്തെ ഹാരിസൺ മലയാളത്തിന് വേണ്ടി ഹൈ പ്രൊഫൈൽ കേസാണല്ലോ. അപ്പോൾ ഏകദേശം മെയിൻ വക്കീലന്മാർ ഹാജരായ കേസാണ്. അവരാണ് പിന്നീട് ജഡ്ജിമാരായിട്ട് പലരും വന്നത്. അപ്പോൾ ഞാൻ വക്കീലായി ഹാജരായ കേസ് ഞാൻ തീരുമാനിക്കുന്നത് ശരിയല്ല, റിക്യൂസ് ചെയ്തു. അങ്ങനെ 2 or 3 പേര് റിക്യൂസ് ചെയ്തു. എന്നിട്ട് ഹൈക്കോടതി പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, പാലാ മുനിസിപ്പൽ കോടതിയിൽ ഒരു സ്യൂട്ട് ഫയൽ ചെയ്യുക ഗവൺമെൻറ്, എന്നിട്ട് നിങ്ങൾ പ്രൊസീഡ് ചെയ്തു. ഹൈക്കോടതി ഇത് ഡിസ്പോസ് ചെയ്യുന്നു. കേരള ഗവൺമെൻറ് ആർഗ്യൂ ചെയ്തു, ഒരു കാര്യം ചെയ്യാം, ഈ സ്ഥലം ഞങ്ങൾക്ക് തരട്ടെ, പാലാ മുനിസിപ്പൽ കോടതിയുടെ വിധി വരുമ്പോൾ പൈസ അവർക്ക് കൊടുക്കാനാണെങ്കിൽ അവർക്ക്, അല്ല ഞങ്ങളുടെ ആണെങ്കിൽ ഞങ്ങളുടെ. കമ്പനിയും സമ്മതിച്ചില്ല. കമ്പനി പറഞ്ഞു അത് നടക്കുന്ന കേസല്ല, പൈസ തരിക എന്നിട്ട് കേസ് നടക്കട്ടെ, സർക്കാരിൻ്റെ ആണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ തിരിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് ആ ഡിസ്പ്യൂട്ട് അങ്ങനെ കിടക്കുകയാണ്. പാലാ മുനിസിപ്പൽ കോടതിയിൽ സ്യൂട്ട് കൊടുത്തോന്ന് പോലും എനിക്കറിയില്ല. ഏതായാലും സർക്കാർ ഇത് മാനസികമായിട്ട് വിട്ടു. ഇതിനെ CPI ചോദ്യം ചെയ്തു. ഈ രാജവാണിക്കൻ റിപ്പോർട്ട് തള്ളിക്കളഞ്ഞു. പിണറായി വിജയൻ പറഞ്ഞു അത് ഒരു റിപ്പോർട്ട്, അത് ജുഡീഷ്യൽ റിപ്പോർട്ടൊന്നും അല്ലല്ലോ, ഇനി ആണെങ്കിൽ ജുഡീഷ്യൽ റിപ്പോർട്ട് പോലും തള്ളിക്കളയാനൊക്കെ പറ്റും, അതുകൊണ്ട് അങ്ങോട്ടൊന്നും കളിക്കണ്ട. 5 ലക്ഷം ഏക്കറാണ്. അതിപ്പം ഈ ചെറുവള്ളി എസ്റ്റേറ്റ് തന്നെ സർക്കാരിൻ്റെ ഭൂമിയാണ്. വനം ശശീന്ദ്രൻ്റെയാണ്, റവന്യൂ CPIയുടെ കയ്യിലിരിക്കുക. ബട്ട് മുഖ്യമന്ത്രിക്ക് ഏത് വകുപ്പിലും ഇടപെടാം. അതെ, റൂൾസ് ഓഫ് ബിസിനസ് അനുസരിച്ച് ചീഫ് മിനിസ്റ്റർ ക്യാൻ ടേക്ക് എ ഡിസിഷൻ, കോൾ ഫോർ ദ ഫയൽ ആൻഡ് ടേക്ക് എ ഡിസിഷൻ ഫ്രം എനി ഡിപ്പാർട്ട്മെൻറ്റ്. അതാണ് മുഖ്യമന്ത്രിയുടെ അധികാരം. മുഖ്യമന്ത്രി മന്ത്രിമാരുടെ കൂട്ടത്തിൽ അത്ര തുല്യനൊന്നുമല്ല, കുറച്ച് ഹൈ തന്നെയാണ്. അതേസമയം വനം മന്ത്രിക്ക് റവന്യൂ മന്ത്രി അറിയാതെ അവിടെ നിന്ന് ഫയൽ വിളിച്ചു വരുത്താൻ പറ്റില്ല, മുഖ്യമന്ത്രിക്ക് പറ്റും. ഹി ക്യാൻ കോൾ ഫോർ ദ ഫയൽ, ടേക്ക് എ ഡിസിഷൻ ആൻഡ് ഒരു ഓർഡർ ഇടാൻ മുഖ്യമന്ത്രിക്ക് അധികാരമുണ്ട്. അത് ഉപയോഗിച്ചാണ് മുഖ്യമന്ത്രി ഇതിൽ ഇടപെട്ടത്. ഏതായാലും അതിൻ്റെ ഈ 5 ലക്ഷം ഏക്കറിൻ്റെ വിധി എന്താണെന്ന് ചെറുവള്ളി കേസ് പറയുന്നുണ്ട്. കാരണം സർക്കാരിൻ്റേതാണെന്ന് പറയുന്ന ഭൂമി വിമാനത്താവളത്തിന് വേണ്ടി ഏറ്റെടുക്കുന്നു. അതിന് 5377 കോടി രൂപ അതിന് വക മാറ്റിയിട്ടുണ്ട് എസ്റ്റിമേറ്റിൽ. ഇറ്റ് ഈസ് സോ കോംപ്ലിക്കേറ്റഡ് ദാറ്റ് ഐ ലോസ്റ്റ് ട്രാക്ക്. ഞാനിതൊന്ന് ഫോളോ ചെയ്യാൻ ശ്രമിച്ചിട്ട് ഇപ്പോൾ ഇത് നിൽക്കുന്നത് അയന ഫൗണ്ടേഷൻ ആണ് ഇതിൻ്റെ ഉടമസ്ഥൻ. ആര് ഈ അയന ഫൗണ്ടേഷൻ? ബിലീവേഴ്സ് ചർച്ചിൽ നിന്ന് ഉത്ഭവിച്ച് വന്ന് അത് സൊസൈറ്റിയാക്കി, പിന്നെ ട്രസ്റ്റാക്കി, പിന്നെ അതിൻ്റെ ആൾക്കാരെ മാറ്റി, ഇങ്ങനെയൊക്കെ ചെയ്ത് എവരി ട്രിക്ക് ഓഫ് ദി ട്രേഡ് അതിനകത്ത് കളിച്ചിട്ടുണ്ട്. ഫൈനലി വന്ന് നിൽക്കുന്നത് അയന ഫൗണ്ടേഷൻ. അത് KP യോഹന്നാൻ്റെ പ്രോക്സിയാണ്. അദ്ദേഹം ഇപ്പോൾ ഇല്ലെങ്കിൽ അല്ല, സ്ട്രിക്ട്ലി സ്പീക്കിംഗ് ഇപ്പോൾ KP യോഹന്നാൻ്റെ റെപ്രസെൻറ്റേറ്റീവിനെ വിളിച്ച് സുനിൽ ചോദിക്കും, അങ്ങേര് പ്രോക്സിയാണെന്നോ അതാണെന്നോ പറയില്ല. ദേ വിൽ പ്രസൻറ്റ് യു വിത്ത് ലീഗൽ പോയിൻറ്റ്സ്. അതുകൊണ്ടാണ് ഹൈക്കോടതി അവരെ കക്ഷിയായിട്ട് അംഗീകരിക്കുന്നത് അയന ഫൗണ്ടേഷൻ. അല്ലെങ്കിൽ താൻ ആരോടും ചോദിച്ചിട്ടില്ല. അയന ഫൗണ്ടേഷനാണ് ഇപ്പോൾ കേസ് നടത്തുന്നത്. അപ്പോൾ ഇത് ട്രേസ് ചെയ്യാൻ സമർത്ഥനായ വക്കീലന്മാർക്കേ പറ്റുള്ളൂ. സുശീല ഭട്ട് ഇതിന് ശേഷം ബാംഗ്ലൂരിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു, ഇവിടെ നിൽക്കാൻ പറ്റാത്ത സ്ഥിതിയിൽ. ഷി വാസ് സാഡ്. അന്ന് ഏഷ്യാനെറ്റിൽ വന്നിട്ട് അവർ പറഞ്ഞു 5 ലക്ഷം ഏക്കറിന് ഇപ്പോഴും നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. ഫോറിൻ കമ്പനീസിൻ്റെ ബിനാമീസാണ് ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഭാരതത്തിന് മൊത്തം സ്വാതന്ത്ര്യം കിട്ടി,
മൈനസ് 5 ലക്ഷം ഏക്കർ. ഈ 5 ലക്ഷം ഏക്കർ വിദേശ രാജ്യങ്ങളിലെയാണ് ഇപ്പോഴും. എന്നിട്ട് നമ്മുടെ ആൾക്കാരെ ആദിവാസികളെ താമസിപ്പിക്കാൻ സ്ഥലമില്ല. ഈ സ്ഥലങ്ങളൊക്കെ വെറുതെ കിടക്കുകയാണ്. ചിലതൊക്കെ എസ്റ്റേറ്റ് അല്പസ്വല്പമൊക്കെ ഉണ്ട്, ബാക്കിയുള്ളത് വെറുതെ കിടക്കുകയാണ്. ബട്ട് അവർ തൊടാൻ സമ്മതിക്കില്ല. അവരത് ഇന്ന് മരം വെട്ടിയും ഇതൊക്കെ മരം പിന്നെയും വളർന്നു കഴിയുമ്പോൾ പൈസ ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കും. അതൊക്കെയാണ് നടക്കുന്നത്. അത് വലിയ അഴിമതിയും സ്വജനപക്ഷപാതവും ഒക്കെയാണ് അതിൽ സംഭവിച്ചിരിക്കുന്നത്. ബട്ട് ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് അവിടെ എയർപോർട്ട് വേണ്ട എന്നുള്ള വാശി എനിക്കില്ല. കാരണം അവിടുത്തെ ജനങ്ങൾക്ക് ഒരു എയർപോർട്ട് വേണം. നമ്മുടെ എയർപോർട്ട് മുഴുവൻ തീരപ്രദേശത്ത് പ്രതിവർഷം 70 ലക്ഷം യാത്രക്കാരെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന 54,000 സ്ക്വയർ മീറ്റർ ബിൽഡപ്പാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നെടുമ്പാശ്ശേരിയിൽ വന്നിറങ്ങുന്ന ഒരു പത്തനംതിട്ടക്കാരന് അവന് വീട്ടിലെത്താൻ എത്ര മണിക്കൂർ എടുക്കുമെന്നാണ് ഞാനിത് അന്വേഷിച്ചു. 4.5 മണിക്കൂർ എടുക്കും ബൈ റോഡ്. അയാൾ ഇംഗ്ലണ്ടിൽ നിന്ന് നെടുമ്പാശ്ശേരിയിലെത്താൻ 10 മണിക്കൂർ, 4.5 മണിക്കൂറാണ് അവിടെ നിന്ന് വീട്ടിലെത്താൻ. അപ്പോൾ അയാൾ 14.5 മണിക്കൂറിൻ്റെ പോകുന്നു. ഇതെന്തൊരു എല്ലാ എയർപോർട്ടും ഇതിലാണ്, നമ്മുടെ തീരദേശത്താണ്. തിരുവനന്തപുരം, കൊച്ചി, കണ്ണൂർ, കോഴിക്കോട് എല്ലാം തീരദേശത്താണ്. അപ്പുറത്തുള്ളവർക്കൊന്നും വേണ്ടേ? മാക്സിമം ആൾക്കാർ ഫോറിനിൽ പോയിരിക്കുന്നത്, നമ്മൾ ഫോറിൻ എന്ന് പറയുമ്പോൾ ഉടനെ ഗൾഫ് എന്ന് വിചാരിക്കും. യൂറോപ്യൻ രാജ്യങ്ങൾ ആലോചിച്ച് നോക്ക്, അവിടെ നിന്നാണ് കൂടുതൽ പേര് പോയിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ഫ്ലൈറ്റ് വേണ്ടേ ആ ഭാഗത്ത് എവിടെയെങ്കിലും? അതെ, വിമാനത്താവളം വരട്ടെ, പക്ഷെ വിമാനത്താവളത്തിൻ്റെ മറവിൽ നമ്മുടെ ഭൂമി നമ്മൾ തന്നെ വില കൊടുത്ത് വാങ്ങേണ്ടി വരുന്നതാണ് അത് ദയനീയം. അതിനു വേണ്ടി വിമാനത്താവളം തടസ്സപ്പെടുത്തരുത്. യു ഗോ ഫോർ എ ലീഗൽ കേസ്. ഞാനിത് പല രാഷ്ട്രീയക്കാരോടും സംസാരിച്ചതാണ്. ഓൺ റെക്കോർഡ് പഴയ ഏഷ്യാനെറ്റ് ടി വിയിലെടുത്ത് നോക്കിയാൽ അറിയാം. ഈ TN പ്രതാപൻ പറഞ്ഞു, ഞാൻ പ്രൈവറ്റായിട്ട് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ കൊടുത്തിട്ട് ഇത് ഞാൻ ശരിയാക്കും, സുശീല ഭട്ടിനെ തന്നെ ഞാൻ അഡ്വക്കേറ്റായിട്ട് വയ്ക്കും എന്ന് പറഞ്ഞു. ചെയ്തില്ല. ഇതേ കൂടെ വിടാം. ഞാനും ചെയ്തില്ല. കാര്യം എന്താണെന്നറിയാമോ? എൻ്റെ കയ്യിൽ കാശില്ല. വക്കീലിന് പൈസ കൊടുത്ത് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കേസ് നടത്തണമെങ്കിൽ പൈസ ഫ്രീ ആയിട്ട് എന്താ ചെയ്യണമെന്ന് പറയാൻ പറ്റുമോ? ഐ ഡിഡ്ന്റ് ഹാവ് മണി. ഐ വാസ് സോറി. അന്ന് പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഞാനത് അവരെ തന്നെ വെച്ച്, സുശീല ഭട്ടിനെ വെച്ച് തന്നെ ചെയ്യിച്ചാണ്. ഇറ്റ് വാസ് വാസ്തവത്തിൽ അതൊരു ഓപ്പൺ ഷട്ട് കേസാണ്. ബിക്കോസ് യു ഹാവ് എവറി റെക്കോർഡ് വിത്ത് യു. രാജമാണിക്യം തപ്പിയെടുത്തിട്ടുണ്ട് സകല റെക്കോർഡ്. അത്ര ഫൈൻ ഡോക്യുമെൻ്റാണ് രാജമാണിക്യം റിപ്പോർട്ട്. അത് മേഴ്സിലെസ്ലി, ഓഫ് കോഴ്സ് അതും നിയമപരമാണ്. മുഖ്യമന്ത്രിക്ക് അതിനുള്ള അവകാശമുണ്ട് റിപ്പോർട്ട് തള്ളിക്കളയാൻ. ബട്ട് അതൊരു അഴിമതിയാണെന്ന് ഞാൻ കരുതുന്നു. മുഖ്യമന്ത്രി കാണിച്ച ഒരു അഴിമതി തന്നെയാണത്. അത് ചെയ്തുകൂടായിരുന്നു. കേരളത്തിലെ ജനങ്ങളോട്, പ്രത്യേകിച്ച് ഈ വനവാസി വിഭാഗങ്ങളോട്, എന്നിട്ട് അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ട് പന്ത് തട്ടുക. അവർക്കെങ്കിലും കുറച്ച് സ്ഥലമെങ്കിലും പതിച്ചു കൊടുത്തില്ല. അവരെ ആറളം ഫാമിൽ അവിടെ കൊണ്ടുപോയി ഇവിടെ അവസാനം ഇവിടെ ഇട്ട് അവരെ വെടിയൊക്കെ വെച്ചില്ലേ? എന്തെല്ലാം സഹിച്ചു അവർ. ഇത്രയും സ്ഥലം 5 ലക്ഷം ഏക്കർ കയ്യിൽ വെച്ചുകൊണ്ട്. അതേക്കുറിച്ചുള്ള പ്രതീക്ഷകൾക്ക് പോലും ഇനി വലിയ സ്ഥാനമില്ല. പോയി. അവരെ എണ്ണത്തിൽ കുറവ് ആര് നോക്കാനാണ്? അതെ. ആൻഡ് ദേ ആർ നോട്ട് മുസ്ലിംസ്. ഈ വെള്ളാപ്പള്ളി പറഞ്ഞ പോലെ അവർ മുസ്ലിങ്ങളല്ലല്ലോ. ആര് നോക്കാം? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.